ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി ഇന്ന് ഒരു വ്യത്യസ്തമായ വ്ളോഗ്. നമ്മളിന്ന് ഫുഡ് അടിക്കാൻ പോകുക കേട്ടോ. 2:30 മണി കഴിഞ്ഞു. അപ്പോൾ എന്ത് ഫുഡ് അടിക്കുമെന്ന് ചോദിച്ചാൽ വിനോദിനോട് ചോദിക്കേണ്ടി വരും. വിനോദേ ഹായ്. ഹായ്. അപ്പം ഞങ്ങൾ വെജിറ്റേറിയനായിരുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവരാ. അപ്പം നോക്കാം, വെജിറ്റേറിയൻ ആണെങ്കിലും ഒരു ചൈനീസ് കണക്ഷൻ ആയാലോ എന്ന് വിചാരിക്കുക. നേപ്പാളി അതൊന്ന് നോക്കാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഏതായാലും. പിന്നെ തിരിച്ചു വരുമ്പം നമ്മുടെ സിനിമാ നടൻ സോമൻ്റെ ഒരു കട, സോമൻ മരിച്ചു പോയെങ്കിലും സോമൻ്റെ പേരിലൊരു കട അവിടെ ഉണ്ട്. സോമൻ്റെ മകനാണ് നടത്തുന്നതെന്ന് പറയുന്നു. അവിടെ കയറി ഒരു പായസം അടിക്കണം. ഈ 2 ബ്ലോഗും കാണുന്നത്. ഏതായാലും വീഡിയോ മുന്നോട്ട് കാണുക. ഈ പായസമൊക്കെ സോൾഡ് ഔട്ട് എന്ന് ബോർഡ് കണ്ടു. ഇപ്പോൾ വേറൊരിടത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ ഇവിടെ പത്മ കഫേ എന്ന് പറയുന്ന പെരുന്ന ചങ്ങനാശ്ശേരിയിൽ NSSൻ്റെ ഒരു യൂണിറ്റാണ്. ഇത് പലയിടത്തും ബ്രാഞ്ചസൊക്കെ ഉണ്ട്. നേരത്തെ വീഡിയോ കാണിച്ചാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ മസാല ദോശ അടിച്ചു. നല്ല മസാല ദോശയായിരുന്നു. 230 രൂപ 2 പേർക്ക് മസാല ദോശ. തിരക്കേടില്ലാത്ത സർവീസ്, നല്ല പിന്നെ പെണ്ണുങ്ങൾ തന്നെ സർവീസ് ചെയ്യുന്ന സ്ഥലം, നല്ല സർവീസ് എല്ലാം ഉണ്ട്. വെജിറ്റേറിയൻ നേപ്പാളി മോമോസും പായസവും അടിക്കാൻ യാത്ര തിരിച്ച് ഞങ്ങൾ അവസാനം മസാല ദോശയും കൊഴുക്കട്ടയും അടിച്ച് തൃപ്തി അടയേണ്ടി വന്നു. 2 കടയും അടപ്പായിരുന്നു. സ്നാക്സ് ഐറ്റംസ് മാത്രം ഇന്ന് കഴിക്കുകയും ചെയ്യാം. അതൊക്കെ നല്ല, പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് കരുതി. വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതായിരുന്നു പോയിട്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് തിരുവല്ല ചങ്ങനാശ്ശേരി തിരുവല്ല MC റോഡ്, പഴയ മെയിൻ സെൻട്രൽ റോഡാണ്. ഇപ്പം സ്ട്രീറ്റ് ഹൈവേ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോക്കാം. ഇവിടെയാണ്, പെരുന്നയിലാണ്. നല്ല സൗകര്യമാണ്, പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമാണ് ഇവിടെ. നല്ലൊരു കെട്ടിടവുമാണ്, വിശാലമായ സൗകര്യം. കുറ്റിക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ പുറത്ത് കണ്ടിട്ട് ഒരു 1.5 ഏക്കർ സ്ഥലമെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഈ പത്മ കഫേ ഇരിക്കുന്നില്ല പെരുന്നയിൽ. നല്ലൊരു സ്ഥല സൗകര്യമുള്ളൊരു ഒരു റെസ്റ്റോറൻ്റാണ്. ഹോട്ടൽ ചെയിൻ NSS നടത്തുന്നതാണ്. ഇതിൽ ആദ്യം നമ്മൾ കാണുന്നത് ഇവിടെ റിസപ്ഷൻ്റെ വെളിയിലായിട്ട് തന്നെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു കൗണ്ടർ കാണാം. വളരെ വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കും. അതിൽ നാടൻ പലഹാരങ്ങളുമുണ്ട്. നമ്മുടെ പുതിയ എണ്ണയിൽ വറുത്ത പല ടൈപ്പ് പലഹാരങ്ങളും കാണാൻ സാധിക്കും. എണ്ണയിൽ വറുത്ത പലഹാരങ്ങളെ കാട്ടി പുഴുങ്ങിയ, അതായത് ആവിക്ക് വെച്ച പലഹാരങ്ങളും കണ്ടു. അതൊരു പ്രത്യേകതയായി തോന്നി. എന്തായാലും നോക്കാം. ഞങ്ങൾക്ക് അകത്ത് കയറി ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു, കഴിച്ചു. വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇത് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. കൊഴുക്കട്ട, നല്ല സുന്ദരം കൊഴുക്കട്ട, ആവി പറക്കുന്ന കൊഴുക്കട്ട. നിങ്ങൾ 2 പേരും ഒരു കൊഴുക്കട്ട 2ആയിട്ട് പകുതി മുറിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ്. കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞേച്ചു പോവാം. അന്ന് ഈ പുള്ളിക്കാരിയല്ലേ. കൊഴുക്കട്ട കൊച്ചിയിൽ തൊട്ടേ വലിയ ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. അതങ്ങനെ കൊതിയായിട്ട് ആർത്തോടെ കഴിക്കുകയാണ്. നല്ല കൊഴുക്കട്ട, നല്ല ശർക്കരയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് കൊഴുക്കട്ട തന്നെയായിരുന്നു. അപ്പം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോയത് നമ്മുടെ കുട്ടിക്കാലമാണ്. എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു കൊഴുക്കട്ട വെച്ച് തരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ കുടുംബത്ത്. ഏത് വീട്ടിൽ ചെന്നാലും കൊഴുക്കട്ട ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കി തരും. അതിപ്പോഴും ഓർമ്മയിൽ വരുന്നു, നാവിൽ നിൽക്കുന്നു അതിൻ്റെയൊക്കെ സ്വാദം. അപ്പോൾ അതങ്ങനെ തൂത്തുവാരി നന്നായിട്ട് ഇലയിൽ അതിനകത്ത് വീണ് കിടക്കുന്ന ഇങ്ങനെ ശർക്കരയും തേങ്ങയെല്ലാം തൂത്തുവാരി കഴിച്ചു. അപ്പം തൃപ്തിയായി. ഞങ്ങൾ അകത്ത് കയറി മസാല ദോശയാണ് കഴിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നല്ല സർവിങ് ഒക്കെയാണ്. വനിതകളുടെ ഒരു സംരംഭമാണ് NSS. ഇവിടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. വീണ്ടും കാണാം.